നമ്മുടെ ഓർമ്മയിൽ ഒരു കാവ്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ കാണുന്ന നമ്മുടെ മുമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന മുഖം മമ്മൂക്കാവയുടേതാണ്. നമ്മളെ ആ വട്ടമുഖം, വെളുത്ത താടി, വെളുത്ത് സുമുഖനായ കുറിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കുത്തുബ കേൾക്കാൻ തന്നെ വളരെ ഇമ്പമേറിയ കുത്തുബയാണ്. വലിയൊരു പാണ്ഡിത്യമൊന്നും ഇന്ന് കാണുന്ന രീതിയിലുള്ള ബിരുദാനന്ദ ബിരുദമൊന്നുമില്ലാത്ത സാധാരണ ഒരു പച്ചയായ ഒരു മനുഷ്യനാണ്. എന്നാലോ ദീനി രംഗത്ത് വളരെയേറെ താല്പര്യത്തോടുകൂടി, വളരെ തക്കവയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അത്ഭുത മനുഷ്യൻ തന്നെയായിരുന്നു മമ്മൂക്ക. 40 വർഷത്തിന്റെ മേലെയോളം ഒരേ മെമ്പറിൽ കുത്തുബ നിർവഹിച്ച ഒരു വലിയൊരു മഹാ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മമ്മൂക്കാവ്. അദ്ദേഹം കരയാതെ മെമ്പറിൻ്റെ മുകളിൽ ഇറങ്ങിയിട്ടില്ല. ഏത് കുത്തുബയിലും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വിടുന്ന രീതിയിൽ കണ്ണീർ വാർത്തുകൊണ്ട് നമ്മളെല്ലാം വളരെ നിശ്ചലമാക്കിക്കൊണ്ട് തന്നെ കുത്തുബ ശ്രവിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുത്തുബ ഉണ്ടാവാറുള്ളത്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ നാട്ടിൽ മാസം കണ്ടാൽ ഏത് പാതിരാക്കും ലോറിയിലാണ് വരിക മാസം കണ്ടത് പറയാൻ. ഇന്ന് കാണുന്ന രീതിയിലുള്ള മാധ്യമ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, വിഷ്വലുകളോ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ മഹല്ലിൻ്റെ ഖാദി എന്ന നിലയിൽ മഹല്ലിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മഴക്കാലമായാലും മഞ്ഞുകാലമായാലും അദ്ദേഹം നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെട്ടിട്ടെത്തി KC ഖാനോടും അന്നത്തെ മുഖ്യധാര മഹല്ല് കാരണവന്മാരോട് കാര്യങ്ങൾ പറയുകയും ബാങ്ക് കൊടുക്കുകയും തക്ബീർ ധ്വനികൾ മുറിക്കുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ കടന്നുപോയിട്ടുണ്ട്. ദീനിനു വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹൽ വ്യക്തിക്ക് അല്ലാഹു അവരുടെ ആഖിറം ഖൈറുള്ളായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.